ഹലോ ഹലോ പോവാ കാപ്പാട് വെച്ച് പോവാ പോരുന്നോ ചൂട്ടിനെടുക്കാം തുമേനം കൂട്ടാം ചൂട്ട് റെഡി ആട്ടോ നമ്മള് ഹൈലൈറ്റ് പോവാലോ കമാ റെഡി ചൂട്ടി പോരുന്നില്ല തോന്നുന്നല്ലേ പാലൂസേ പാലൂസ് എവിടെ പോവാ നമുക്കായിരിക്കോ കേറി ഹൈലൈറ്റ് പോകാന്ന് പറഞ്ഞതിന് ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാണ് ഗൈസ്. പുറത്ത് പോകാന്ന് പറഞ്ഞാൽ പിന്നെ അവൾ ഇട്ട ഡ്രസ്സ് വളരെ ചീയായിപ്പോയി, നന്നില്ല. അവളെന്നിട്ട് പുതിയ ഡ്രസ്സ് എടുക്കാൻ പോവാ. ഇഷോ ഇതാ അവിടെ ഇല്ലല്ലോ ഉള്ള നമ്മൾ ഡ്രസ്സ് പുറത്തല്ലേ. അടിപൊളി മോളെ അടിച്ചില്ലേ പാൻറ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ മോള് സിബ് ഇട്ടോന്ന്. ആ ശ്രമമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അവൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, അമ്മേ വരുന്നില്ലേ. അങ്ങനെ എച്ചൂട്ടിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ബിനിമോൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയാണ് ഗൈസ് കാണുന്നത്. അപ്പോൾ ഈ വിത്ത് മീൽ ആകെ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, സ്പ്രേ. നോ മോർ പ്രൊഡക്ട്സ് ഗൈസ്. ഇതിൽ ഏത് ഷർട്ടാണ് ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ ചേരുന്നത്? ഏതാ സൂപ്പർ? ഇതല്ലേ മാറ്റുന്നില്ലേ? ഇതിൽ പൂവൊക്കെ ഉണ്ടല്ലോ, പൂവൊക്കെ ഉണ്ടല്ലോ. ഓ അടിപൊളി. വന്നൊക്കെ മണുണ്ടല്ലോ. ചൂട്ടി താഴെ പോയി നീല ജീൻസ് ഒക്കെ റെഡി ആയി കിട്ടോ. ഉടുപ്പൊക്കെ ഇട്ടിട്ട് അമ്മ വരുന്നേ. ഇച്ചൂസിൻ്റെ ഷോപ്പ് കണ്ട് ആരും തെറ്റിദ്ധരിക്കല്ലേ. ഇത് കംപ്ലീറ്റ്ലി നോൺ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ്, ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് അവളെ കൊടുത്തത്, അല്ലാതെ നമ്മൾ കൊടുക്കാറില്ല. ഇപ്പോഴാണ് സ്റ്റൈൽ കംപ്ലീറ്റ് ആയത്. ആ കണ്ണടയും കൂടെ വെച്ചപ്പോൾ നമ്മളെ കംപ്ലീറ്റ് ഒരു ഔട്ട്കം കിട്ടിയത് ഗൈസ്. അപ്പോൾ എന്ത് ഡ്രസ്സാണെങ്കിലും, ഇനിയിപ്പോൾ ഫ്രോക്ക് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും ഔട്ട്ഫിറ്റ് ഏതുമാകട്ടെ, കൂളിംഗ് ഗ്ലാസ് മുഖ്യം ബിഗിലെന്ന്. ഈ കൂളിംഗ് ഗ്ലാസിൻ്റെ വിയറിങ് മാത്രമല്ല ഗൈസ്, സ്റ്റൈലിങ്ങും നമുക്കറിയാം. പോവുക അല്ലെങ്കിൽ ഒരാൾ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴേ എന്തെങ്കിലും കാട്ടിക്കൂട്ടട്ടെ. പണ്ടൊക്കെ ആസ് യൂഷ്വൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ബാഗ് കരുതണമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഒരു ബോട്ടിൽ പാല്, അത് കുറച്ച് എന്താ പറയുക ഡൈലൂട്ട് ചെയ്ത പാല് മാത്രമേ വാക്ക് ആവശ്യമുള്ളൂ, അത് മാത്രമേ നമ്മൾ കൊണ്ടുപോകാറുള്ളൂ. ബാക്കി ഇപ്പോൾ എല്ലാ ഫുഡും കഴിക്കാനായില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്നതൊക്കെ അവൾക്കും കൊടുക്കാറുണ്ട്. അവൾ കഴിച്ചില്ലെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ദാറ്റ്സ് എ ഫാക്റ്റ്. എവിടെ പോവുകയാണെങ്കിലും ഒരുങ്ങിക്കഴിഞ്ഞാൽ കണ്ണടയൊക്കെ വെച്ച് ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവും നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവുള്ളൂ. അപ്പോൾ ആ സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാളിലേക്കാണ്. നമ്മുടെ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇത് അവിടെയുള്ള ഒരു ഷോപ്പാണ്. കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണാൻ. അവിടുത്തെ ലൈറ്റ് എഫക്റ്റ് ഒക്കെ ആയിട്ട് സൂപ്പറാണ്. അപ്പോൾ അതാണ് വീഡിയോയിൽ എടുത്തത്. പണ്ടൊക്കെ ഹൈലൈറ്റ് മാളിൽ പോകാൻ പറഞ്ഞാൽ ഒരു ചടങ്ങായിരുന്നു, കാരണം ഒരുപാട് ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു പുതിയ റോഡ് വന്നുകൊണ്ട് NH ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്താൻ പറ്റും. അപ്പോൾ ഞങ്ങളിന്ന് ഒരു 6 മണിക്ക് ഇറങ്ങി ഏകദേശം ഒരു 6:30 ആകുമ്പോഴത്തേക്ക് ടൗണിലെത്തിയിട്ടുണ്ടായിരുന്നു. ഹൈലൈറ്റിൽ എപ്പോൾ പോകുന്ന സമയത്തും അവിടുത്തെ പാർക്കിംഗ് സിസ്റ്റത്തിനെ പറ്റി ഞങ്ങൾ എല്ലാ തവണയും പറയാറുണ്ട്. കാരണം ആ പാർക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്ത ആളെ ബുദ്ധി അപാരം തന്നെയല്ലേ. ഒരു ബ്ലോക്കും ഇല്ല, ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വരാം. എക്സിറ്റും എൻട്രി ഒക്കെ ആയിട്ട് സൂപ്പർ സംഭവമാണ്. അല്ലെങ്കിലും ഹൈലൈറ്റിൽ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ മാളിലും അങ്ങനെ തന്നെ ആയിരിക്കും.
പണ്ടൊക്കെ എവിടെയും പോകുന്ന സമയത്ത് നമ്മളെ മെയിൻ ഇൻറ്റൻഷൻ നമുക്ക് സാധനങ്ങൾ വാങ്ങുക, ഷോപ്പ് ചെയ്യുക, ബ്യൂട്ടി പ്രൊഡക്ട്സ്, ഡ്രസ്സ് ഇതൊക്കെ വാങ്ങിക്കുക. പക്ഷേ ഇപ്പോൾ മോളൊക്കെ ആയതിനു ശേഷം നമ്മളെ മൈൻഡെല്ലാം മാറി. ഇപ്പോൾ മക്കളെങ്ങനെ സന്തോഷിപ്പിക്കാം, അവർക്ക് എന്ത് വാങ്ങിക്കൊടുക്കാമെന്നൊക്കെയാണ്. അപ്പോൾ ആദ്യം കണ്ട കാറിൽ കയറിക്കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അല്ലെങ്കിൽ ഇച്ചൂസ് വരുന്ന ഈ കാർ കയറാൻ വേണ്ടി തന്നെയാണ്. അതിപ്പോൾ ഏത് ഫ്ലോറിലാണ് ഈ കാർ ഉള്ളെങ്കിൽ ഓളം അങ്ങനെയും കണ്ടുപിടിക്കും. ആക്ച്വലി 3-4 ഫ്ലോർ ഉണ്ടല്ലോ, അപ്പം ഏതെങ്കിലും ഒരു ഫ്ലോറിലേക്ക് ഈ കാറും സംഭവങ്ങളും ഉണ്ടാവും. പക്ഷേ അതോളം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും, മുകളിൽ താഴോട്ട് നോക്കി ചൂണ്ടിക്കാണിക്കും. പിന്നെ ഹൈലൈറ്റിൽ വേറെയും കുറേ പ്ലേ ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചും കൂടി മുതിർന്ന കുട്ടിയെ കളിക്കാൻ പറ്റും. നമ്മളത്ര ആയില്ല. അവിടെ ചെന്ന് കളിക്കുമ്പോൾ കൂട്ടത്തിലെല്ലാ കുട്ടികളും കൂടി ചവിട്ടി കൂട്ടുന്നതുകൊണ്ട് നമ്മളങ്ങോട്ട് കൊണ്ടുപോയില്ല. കുറച്ചും കൂടെ ഒന്ന് വളർന്ന് സ്കൂളിലൊക്കെ പോകാനായി തുടങ്ങിയാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് വിടാം. ഈ കാറിൻ്റെ ചാർജ് 100 രൂപയാണ്. നമുക്ക് 3 റൗണ്ട് ആ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ഇങ്ങനെ ചുറ്റും. അപ്പോൾ ഇച്ചൂട്ടി ഇങ്ങനെ കാറ് പോകുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പുറകെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ ബാക്കിൽ കൂടെയും ഏട്ടൻ ഫ്രണ്ട് കൂടെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ 3 റൗണ്ട് കറക്കം കഴിഞ്ഞ് നമ്മൾ നേരെ മാക്സിലോട്ടാണ് പോയത്. നമ്മളെപ്പോഴും ഹൈലൈറ്റ് പോകുമ്പോൾ അധികം മാക്സിലാണ് പോകാറുള്ളത്. അല്ല, വേറെ ഷോപ്പിലും കയറും, പക്ഷേ മാക്സിൽ എന്തായാലും കയറിയിട്ടുണ്ടാവും. അവിടെ പ്രൊഡക്ട്സൊക്കെ നല്ലതാണ്. പിന്നെ ഇത്തവണ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാലം പോയതിലും വെച്ച് ഏറ്റവും നല്ല ഓഫേഴ്സ് ഇത്തവണയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി എനിക്കും ഇച്ചൂസിനും ഏട്ടനും ഡ്രസ്സൊക്കെ എടുത്തു. ഈ മാക്സ് കയറിയ സമയം പോകുന്ന അറിയില്ല. ഏകദേശം 2 മണിക്കൂർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ചിലവഴിച്ചിട്ടുണ്ട്. ഈ ഹൈലൈറ്റ് പോകാമെന്നുള്ള നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായതുകൊണ്ട് നമ്മൾ വൈകിയാണ് ഇറങ്ങിയത്. പിന്നെ മാക്സിൽ 2 മണിക്കൂർ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ഒരു ഹാഫ് ആൻ അവർ 1 അവർ, അങ്ങനെ എല്ലാം കൂടി ഒരു 3-4 മണിക്കൂർ നമ്മൾ അവിടെ കഴിച്ചു. സമയം ഏകദേശം 8-8 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയ ശേഷം ഫുഡും കൂടെ കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. ഈ ചുറ്റി വ്ളോഗിൽ 2 വാക്ക് സംസാരിക്കാം കാക്ക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.